വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. എഫേസോസ് 4-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 32. ചോദ്യം 2. എഫേസോസ് 4-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം എന്ത്? ഉത്തരം ഐക്യത്തിന് ആഹ്വാനം. ചോദ്യം 3. പൗലോസ്ലീഹ ആർക്കു വേണ്ടിയാണ് തടവുകാരനായി തീർന്നത്? ഉത്തരം കർത്താവിന് വേണ്ടി. ചോദ്യം 4. എങ്ങനെയുള്ള ജീവിതം നയിക്കാനാണ് പൗലോസ്ലീഹ നമ്മോട് അപേക്ഷിക്കുന്നത്? ഉത്തരം നമുക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ. ചോദ്യം 5. നമ്മൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കേണ്ടത് എങ്ങനെയാണ്? ഉത്തരം പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ. ചോദ്യം 6. ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തേണ്ടത് എങ്ങനെയാണ്? ഉത്തരം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ. ചോദ്യം 7. നാം എന്തിനു വേണ്ടി ജാഗരൂകരായിരിക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ. ചോദ്യം 8. നിങ്ങൾ എന്തിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിനെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ആത്മാവിൻ്റെ. ചോദ്യം 9. പൂരിപ്പിക്കുക. ഒരേ ഡാഷിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്. ഉത്തരം പ്രത്യാശയിൽ. ചോദ്യം 10. പൂരിപ്പിക്കുക. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ഡാഷും ആണുള്ളത്. ഉത്തരം ഒരു ശരീരവും ഒരു ആത്മാവും. ചോദ്യം 11. ഒരേ പ്രത്യാശയിൽ വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ഒരേപോലെയുള്ള മറ്റ് കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം ഒരു ശരീരം, ഒരു ആത്മാവ്, ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു ജ്ഞാനസ്നാനം. ചോദ്യം 12. സകലതിലുമുപരിയും സകലതിലൂടെയും സകലതിലും വർത്തിക്കുന്നവൻ ആര്? ഉത്തരം പിതാവായ ദൈവം. ചോദ്യം 13. എഫേസോസ് 4:2 സമാനമായ മറ്റൊരു വാക്യം ഏത്? ഉത്തരം കൊളോസോസ് 3:12-13. ചോദ്യം 14. എഫേസോസ് 4-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം കൃപാവരങ്ങളുടെ വൈവിധ്യം. ചോദ്യം 15. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഉത്തരം കൃപ. ചോദ്യം 16. നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകപ്പെട്ടിരിക്കുന്നത് എന്തിനനുസൃതമായിട്ടാണ്? ഉത്തരം ക്രിസ്തുവിൻ്റെ ദാനത്തിന്. ചോദ്യം 17. അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ആരെയാണ് കൂടെ കൊണ്ടുപോയത്? ഉത്തരം അസംഖ്യം തടവുകാരെ. ചോദ്യം 18. അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് എന്താണ് നൽകിയത്? ഉത്തരം ദാനങ്ങൾ. ചോദ്യം 19. ക്രിസ്തു എപ്പോഴാണ് അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയത്? ഉത്തരം ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ. ചോദ്യം 20. അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തു എന്നതിന് എന്ത് അർത്ഥം കൂടി ഉണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. ചോദ്യം 21. ക്രിസ്തു എന്തിനു വേണ്ടിയാണ് എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തത്? ഉത്തരം എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി. ചോദ്യം 22. എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി ക്രിസ്തു ആരോഹണം ചെയ്തത് എവിടേക്കാണ്? ഉത്തരം എല്ലാ സ്വർഗങ്ങൾക്കുമുപരി. ചോദ്യം 23. എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവൻ ആരാണ്? ഉത്തരം ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവൻ. ചോദ്യം 24. ക്രിസ്തു മനുഷ്യർക്ക് എന്തിനെല്ലാമുള്ള വരമാണ് നൽകിയത്? ഉത്തരം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാനുള്ള വരം. ചോദ്യം 25. എന്തിനു വേണ്ടിയാണ് മനുഷ്യർക്ക് ക്രിസ്തു വരങ്ങൾ നൽകിയത്? ഉത്തരം
വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി. ചോദ്യം 26. തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്നതെന്ത്? ഉത്തരം വക്രതയാർന്ന ഉപദേശങ്ങൾ. ചോദ്യം 27. മനുഷ്യർ കൗശലപൂർവം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്നതെന്തിനാണ്? ഉത്തരം തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ. ചോദ്യം 28. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ഡാഷ് ആകരുത്. ഉത്തരം ശിശുക്കൾ. ചോദ്യം 29. ശിരസ്സായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം എങ്ങനെ വളരേണ്ടിയിരിക്കുന്നുവെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട്. ചോദ്യം 30. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലും നാം എന്തിലേക്ക് വളരണം? ഉത്തരം ശിരസ്സായ ക്രിസ്തുവിലേക്ക്. ചോദ്യം 31. ക്രിസ്തു വഴി ശരീരം മുഴുവൻ സമന്വയിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? ഉത്തരം ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം. ചോദ്യം 32. എഫേസോസ് 4:15-16 സമാനമായ വാക്യം. ഉത്തരം കൊളോസോസ് 1:19. ചോദ്യം 33. എഫേസോസ് 4-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം ക്രിസ്തുവിൽ നവജീവിതം. ചോദ്യം 34. നിങ്ങൾ ഇനിയൊരിക്കലും ആരെപ്പോലെ ജീവിക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ. ചോദ്യം 35. വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയർക്ക് അജ്ഞത ബാധിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം ഹൃദയകാഠിന്യം നിമിത്തം. ചോദ്യം 36. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നത് ആരാണ്? ഉത്തരം വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയർ. ചോദ്യം 37. വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് എന്തിൽ നിന്നാണ് അകറ്റപ്പെട്ടിരിക്കുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്. ചോദ്യം 38. വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയർ മനസ്സു മരവിച്ച് എന്താണ് ചെയ്തത്? ഉത്തരം ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു, എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. ചോദ്യം 39. എന്ത് ദൂരെ എറിയുവിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം പഴയ ജീവിത രീതിയിൽ നിന്നു രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ. ചോദ്യം 40. പൂരിപ്പിക്കുക. നിങ്ങൾ ഡാഷ് ഡാഷ് നവീകരിക്കപ്പെടട്ടെ. ഉത്തരം മനസ്സിൻ്റെ ചൈതന്യത്തിൽ. ചോദ്യം 41. എങ്ങനെയുള്ള പുതിയ മനുഷ്യനെ ധരിക്കാനാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ. ചോദ്യം 42. എഫേസോസ് 4-ാം അധ്യായത്തിലെ അവസാനത്തെ ശീർഷകം എന്ത്? ഉത്തരം വർജിക്കേണ്ട തിന്മകൾ. ചോദ്യം 43. പൂരിപ്പിക്കുക. ഡാഷ് വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് ഡാഷ് സംസാരിക്കണം. ഉത്തരം വ്യാജം സത്യം. 44. വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. കാരണമെന്ത്? ഉത്തരം കാരണം നാം ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ്. ചോദ്യം 45. കോപിക്കാം, എന്നാൽ എന്ത് ചെയ്യരുത്? ഉത്തരം പാപം ചെയ്യരുത്. ചോദ്യം 46. നിങ്ങളുടെ കോപം ഏതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം സൂര്യൻ അസ്തമിക്കുന്നതുവരെ. ചോദ്യം 47. ആർക്ക് അവസരം കൊടുക്കരുതെന്നാണ് എഫേസോസ് 4:27 പറയുന്നത്? ഉത്തരം സാത്താന്. ചോദ്യം 48. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, പകരം എന്തു ചെയ്യണം? ഉത്തരം അവനില്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി
സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. ചോദ്യം 49. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഡാഷ് പുറപ്പെടാതിരിക്കട്ടെ. ഉത്തരം തിന്മയുടെ വാക്കുകൾ. ചോദ്യം 50. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി എന്താണ് സംസാരിക്കേണ്ടത്? ഉത്തരം അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. ചോദ്യം 51. പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രിതരാക്കിയത് ഏത് ദിനത്തിനു വേണ്ടിയാണ്? ഉത്തരം രക്ഷയുടെ ദിനത്തിനു വേണ്ടി. ചോദ്യം 52. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നമ്മളെ മുദ്രിതരാക്കിയത് ആരാണ്? ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ചോദ്യം 53. ആരെ വേദനിപ്പിക്കരുതെന്നാണ് എഫേസോസ് 4:30 പറയുന്നത്? ഉത്തരം രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ. ചോദ്യം 54. എല്ലാ തിന്മകളോടും കൂടെ നമ്മോട് ഉപേക്ഷിക്കാൻ പറയുന്നത് എന്തെല്ലാമാണ്? ഉത്തരം സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും. ചോദ്യം 55. ദൈവം നമ്മോട് ക്ഷമിച്ചത് ആരു വഴിയായിട്ടാണ്? ഉത്തരം ക്രിസ്തു വഴി. ചോദ്യം 56. ആര് നമ്മോട് ക്ഷമിച്ചതുപോലെയാണ് നമ്മൾ പരസ്പരം ക്ഷമിക്കേണ്ടത്? ഉത്തരം ദൈവം ക്രിസ്തു വഴി നമ്മോട് ക്ഷമിച്ചതുപോലെ.